ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പം ഒരു സങ്കടകരമായൊരു കാര്യം പറയാനാണ് വന്നത്. ഇന്നലെ എൻ്റെ ഒരു ഏറ്റവും അത്രയും അടുത്തൊരു കൂട്ടുകാരി, അതായത് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ദന്താശുപത്രിയിലൊക്കെ നിന്നും കല്യാണത്തിന് മുന്നേയൊക്കെ ദന്താശുപത്രിയിൽ നിന്നൊക്കെ ഉള്ള കൂട്ടാണ്. അവളെ ചേച്ചിയാണ് എൻ്റെ കൂടെ പഠിച്ചത്. പക്ഷേ എന്നാലും അവളുമായിട്ടായിരുന്നു ഞാൻ ഒരുപാട് കൂട്ട്. അപ്പോൾ ഇന്നലെ അവളിപ്പോഴും ദന്താശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാനായിരുന്നു, നമ്മളെ വീട്ടിനടുത്തുള്ള ദന്താശുപത്രിയിൽ. കൊച്ചിലെ കല്യാണം കഴിച്ചു. എൻ്റെ ഒന്നും ഒരുപാട് ഇളയ കൊച്ചാണ്, എന്നാലും അവളെ കൊച്ചിലെ കല്യാണം കഴിച്ച് +2 പഠിക്കുന്നൊരു മോളും 5 പഠിക്കുന്നൊരു മോനും ഒക്കെ ഉണ്ട്. വീടൊക്കെ വെച്ച് നല്ല കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരെയും പോലെ നല്ല ഫാമിലിയായിട്ടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കാനായിരുന്നു. പിന്നെ അവൾക്ക് ഇടയ്ക്ക് വെച്ച് തൈറോയിഡിൻ്റെ ക്യാൻസർ വന്നായിരുന്നു. അപ്പോഴും അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് മാനസികമായിട്ടുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇന്നലെ അവൾ ആത്മഹത്യ ചെയ്തു. അപ്പം നമ്മളെ നാട്ടിൽ ഉത്സവമാണ്. നമ്മളെ നാട്ടിൽ കടയ്ക്ക് തിരുവാതിര എന്ന് പറയുന്ന ഭയങ്കര ഉത്സവമാണ്. അപ്പോൾ അവരെല്ലാവരും ഇന്നലെ വിനീത് ശ്രീനിവാസൻ വന്നപ്പം കുട്ടികളും അവനും ഒക്കെ ഉത്സവത്തിന് പോകും. അപ്പോൾ ഇവളും പോകണമെന്നും പറഞ്ഞൊക്കെയാണ് നിന്നത്. പക്ഷേ അവൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവൾ പോയില്ല. അപ്പോൾ അവളെ മനസ്സിൽ ഇതൊക്കെ ഉള്ള ഇങ്ങനത്തെ ചിന്ത ഉള്ളതുകൊണ്ട് അവൾ പോയില്ല. അപ്പോൾ എന്തായാലും അവൾ നമ്മളെല്ലാവരെയും വിട്ടു പോയി. അപ്പോൾ ഇന്നലെ മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എൻ്റെ അത്രയും അടുത്ത് പരിചയമുള്ളവരും അത്രയും വേണ്ടപ്പെട്ടവരും ഒക്കെ ആകുമ്പം അത് നമുക്ക് മാനസികമായിട്ടൊരു ഇതാവില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൂടെ കൊണ്ട് അത് കേട്ടപ്പോൾ, ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ നാട്ടിൽ ഒത്തിരി ആൾക്കാർ ഇപ്പം മരിച്ചു. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ പല രീതിയിൽ ഇങ്ങനെ ആത്മഹത്യ ആയാലും പിന്നെ സുഖമില്ലാതെയൊക്കെ കിടന്നിട്ടായാലും ഒക്കെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്കതൊക്കെ കേൾക്കുമ്പം, പ്രത്യേകിച്ച് ഇതേപോലെ അവളെൻ്റെ കൂട്ടും കൂടെയാണ്. മിക്കപ്പോഴും മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഈ നോയമ്പൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആരുമായിട്ടും അധികം ചാറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവളെ ഞാൻ വിളിക്കൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അപ്പോഴത്തെ തോന്നുന്ന നമ്മളെ അബദ്ധങ്ങൾക്ക് വേണ്ടി ആരും ഒരു നിമിഷം നമ്മളപ്പോഴെന്തെങ്കിലും മാറി ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്